പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തലമുറകളിലൂടെ കൈമാറി വന്ന വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ 14 വർഷക്കാലത്തോളം മോൺസിഞ്ഞോറായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്ന അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ വീണ്ടും തുടരുകയാണ്. ഞാൻ 10 വയസ്സുള്ളപ്പം എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ തളർന്നുപോയി. എന്നെ അങ്ങോട്ട് തിരിച്ച് കിടത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കും. അപ്പം ആദ്യമേ ദേഹത്തിനായാലും വേദനയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് പനി വന്നു. അതോടെ ഞാൻ തളർന്നു. ഈ കൈയൊന്നും എനിക്ക് എടുക്കാനും പറ്റില്ല, കാല് പൊക്കാൻ പറ്റുകയില്ല. ഭയങ്കര വേദനയും തളർന്നും പോയി. അതായത് അച്ഛൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അപ്പോൾ ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എന്നെ സാർമാരൊക്കെ വന്ന് കാണാൻ തുടങ്ങി. പിന്നെ ഈ കൊച്ചിനെ ഇങ്ങനെ ഇട്ടാലോ. അപ്പം അവിടെ ഒരു നല്ല മാധവൻ വൈദ്യരെന്ന് പറയുന്ന നല്ലൊരു നാട്ടുവൈദ്യന, പള്ളിക്ക് വൈദ്യൻ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ആ വൈദ്യശാല എണ്ണയും കുഴമ്പുകളെല്ലാം ഉണ്ടാക്കി ചികിത്സിക്കുന്ന ആളാണ്. പുള്ളി നടന്ന് കൂടെയൊക്കെ ചൂടി വന്ന എന്നെ പരിശോധിക്കാൻ പറ്റും. പുള്ളി വീട് 2 മൈൽ അകലെയാണ്, അന്ന് വണ്ടിയില്ലല്ലോ. അപ്പോൾ ഈ വൈദ്യർ വന്ന് നാടിയും കൈയെല്ലാം പിടിച്ചു വെച്ച് പറഞ്ഞു, ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേണം, അത് ഇപ്പോഴേ കൊടുക്കണം, ദിവസങ്ങൾ താമസിക്കാനൊക്കെയില്ല എന്ന് പറഞ്ഞിട്ട് ഈ താരത്തോണിക്കകത്ത് എണ്ണയെല്ലാം കൊണ്ട് അതിനകത്ത് കിടത്തി. എന്നിട്ട് പിന്നെ കിഴി അതിങ്ങനെ കുത്തും, ദേഹത്ത് മുഴുവനും കമത്തിയിട്ടും മലത്തിയിട്ടും ഇങ്ങനെ കിഴി കുത്തും. അപ്പം പതുക്കെ ഒരു 10-30 ദിവസം ആയപ്പോഴത്തേന് നമുക്ക് പതുക്കെ കുറവായി, എഴുന്നേറ്റ് ഇരിക്കാറായി. അങ്ങനെ ഒരു 2 മാസത്തോളം ഈ ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഞാനിങ്ങനെ കിടന്ന് വേദനയൊക്കെ എടുക്കും. എൻ്റെ വല്യമ്മച്ചി ഇങ്ങനെ തളർന്നിരിക്കുകയല്ലേ, വല്യമ്മ ഒന്ന് എപ്പോഴും അടുത്തിരിക്കുക. എൻ്റെ മകനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ പുള്ളിക്കാരത്തി ചെല്ലുന്ന കൊന്തയുടെ കുരിശ് എൻ്റെ നെഞ്ചത്ത് വരയ്ക്കും, എൻ്റെ കയ്യെ വരയ്ക്കും, എൻ്റെ കൈപ്പത്തിയെ വരയ്ക്കും, എൻ്റെ കാലിൻ്റെ ഭാഗത്തെ കൊണ്ടേ വരയ്ക്കും. ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഏതെല്ലായാലും ആ കൊന്തയില്ലേച്ചുള്ള കുരിശുവര എനിക്ക് വളരെ സുഖമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് അതിയിച്ചു. ആ ആഴ്ച തന്നെ കാവുങ്കൽ നെയ്യാട്ടിച്ചിൽ എൻ്റെ ക്ലാസ്മേറ്റ് അതുപോലെ രോഗം വന്നിട്ട് 40 കൊല്ലം കൂനിക്കൂടി കിടന്നിട്ട് ഞാൻ അവിടെ വിയാരി കിട്ടിയില്ലുമ്പോഴാണ് എൻ്റെ സുഹൃത്തിനെ മരിച്ച് ഞാൻ അടയ്ക്കത്. എനിക്കും അതുപോലെ വന്നതാണ്. പക്ഷേ ഈ മാതാവിനോടുള്ള എൻ്റെ വല്യമ്മയുടെ ഭക്തിയും വിശ്വാസവും കൊന്തയല്ലിയൻ്റെ ഒക്കെ തന്നെ ഈ കൈയും കാലും മേലാത്ത ആൾ ഒരിക്കലും ഒരു പഴിക്കുകയോ, എൻ്റെ അമ്മ പോലും പറയും ഇങ്ങനെ എങ്ങനെയാണ് സഹിക്കുന്നത് അമ്മ, ഒരിക്കലും ഞാൻ കൊന്തയില്ലും അല്ല. ഞാൻ പറയുന്നത് മാതാവിന്റെ കൊന്ത എന്ന് പറയുന്നത് മുഴുവൻ ദൈവജനമാണല്ലോ, ഔഷധമോ അല്ല സുഖപ്പെടുത്തിയത് അല്ലേ? അല്ല, ഈ കുരിശുവര. അപ്പം ഞാൻ പറയുന്ന ആ ഒരു സമയത്ത്, രോഗിയായിരിക്കുന്ന ഒരു സമയത്ത് മരുന്നിനേക്കാൾ ഫലവത്താകുന്നത്, ബലം നൽകുന്നത് ഈ പ്രാർത്ഥനയാണെന്നുള്ള വിശ്വാസം. പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇടവകട് ചെന്നപ്പോഴത്തെ ഇതുപോലുള്ള അനുഭവങ്ങൾ പലതും ഇടവകം. അപ്പം ഇതൊരിക്കലും പോയിച്ച. പക്ഷേ ഞാൻ SLC ക്ലാസ്സിൽ വരെ എത്തുന്നതിനും വരെ ഈ അമ്മ ജീവിച്ചില്ല. അതിൻ്റെ തലേ കൊല്ലം ഈ കാലിൽ നീരൊക്കെ വെച്ച് പിന്നെ അമ്മ ഈ കിടപ്പിലായി. അപ്പം കിടപ്പിലായി കഴിഞ്ഞപ്പം എൻ്റെ അമ്മ ചോദിക്കുക, അമ്മയ്ക്ക് എന്നാ തിന്നാൻ പറ്റും എന്ന് പറയും. നെല്ലുണ്ട്, പുതുനെല്ല് കുത്തിയിട്ട് നെയ്യപ്പം ഉണ്ടാക്കി അതുകൊണ്ടുണ്ട്. അപ്പോൾ അതാണ് തിന്നാൻ തോന്നുന്നുള്ളത്. ഉടനെ എൻ്റെ അമ്മ അത് കൊണ്ട് ചെയ്ത് ഈ നെയ്യപ്പം കൊണ്ടേ കൊടുക്കും. അതിൽ ഇച്ചിരം കുറിച്ച് എൻ്റെ മകളെ മതി, തിന്നാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പറയും, നാളെ രാവിലെ പാലപ്പമാണ് ഞാൻ ഒരെണ്ണം തിന്നാൻ. പിറ്റേ ദിവസം അമ്മ അത് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ ഒരു 4 മതി മകളെ, ഇനി ഇതിനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പറയുകയില്ലെന്ന്. അല്ല, അത് മാത്രമല്ല, ഈ ഒരു 2 സംഭവങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇത്രയും വയസ്സായിട്ടുള്ള രോഗിണിയായിട്ടുള്ള വല്യമ്മച്ചി
ഇതിങ്ങനെ പുതുനെല്ല് കുത്തി നെയ്യപ്പം ഉണ്ടാക്കി എനിക്ക് 62 വയസ്സേ ഉള്ളൂ പുള്ളിക്കാരൻ. അല്ല, ആ സമയത്ത് അത് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ അതിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്ത് കഴിക്കുന്നുള്ളൂ. പിറ്റേ ദിവസം പറയുകയാണ് മറ്റൊരാഗ്രഹം പറയുകയാണ്. പിന്നെ പറഞ്ഞു ഞാൻ പറയുക അല്ല, ഞാൻ പറയുന്ന ഇപ്പൊ പക്ഷെ അത് അമ്മയുടെ ഒരു നല്ല ജീവിതത്തെ കുറിച്ചാണ്. അമ്മ ഉടനെ അത് റെഡിയാണല്ലോ. ബാക്കിയുള്ളവരാണെങ്കിൽ പറയും പിന്നെ ഇത്തിരി തിന്നാൻ വേണ്ടിയിട്ടാണോ ഇതേപോലത്തെ ഒരു ആഗ്രഹമായിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്ന മനസ്സുള്ളവരാണ് ഇന്ന് കൂടുതൽ. എന്നിട്ട് ഈ അമ്മ ഒരിക്കലും പാല് കുടിക്കാത്ത ആളാണ്. ഉടനെ പിന്നെ ഡോക്ടർ എനിക്കായിട്ട് ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഒന്ന് പരിശോധിച്ച് എൻ്റെ പാല് കുടിപ്പിക്കണം, ഗ്ലൂക്കോസ് കൂടിയിട്ട്. അത് എമ്പം തൊടാ കേട്ടാൽ സമ്മതിക്കുകയില്ല. ഉടനെ എൻ്റെ അമ്മ പറഞ്ഞു ഗ്ലൂക്കോസ് കലക്കി തരാം, അത് അമ്മയ്ക്ക് കുടിക്കാമെന്ന് ചോദിച്ചു. അതാണേ കുടിക്കുക. എന്ന് വെച്ചാൽ ഈ പാലിനകത്ത് ഗ്ലൂക്കോസ് ഇട്ട് കലക്കി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര ഉപയോഗിക്കാത്ത ആളാണ്. അയ്യോ ഇത്രയും നല്ല സാധനം കുടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു. പിന്നെ മരിക്കുന്നിടം വരെ ഈ ഗ്ലൂക്കോസും പാലും കൂടിയാണ് കുടിച്ചുകൊണ്ടിരുന്ന 40 ദിവസത്തോളം. അത് ഈ അമ്മ കൊടുത്തുകൊണ്ട് അല്ലേ അത്ര ദിവസം പോലും ജീവിക്കുകയില്ല. അപ്പം ഈ ഞങ്ങളെ നോക്കേണ്ട ഈ 9 മക്കളെ നോക്കി 9 ഇല്ല, അന്ന് 8 മക്കളേ ഉള്ളൂ. അപ്പം നോക്കുന്നതിന് ഇടയ്ക്കാണ് ഈ കാര്യം. എന്നിട്ട് ചിലപ്പം ഈ വയറ്റിൽ എല്ലാം ചിലപ്പം കട്ടിലേ കിടന്നതിനെല്ലാം അന്നേരം ആ തുണിയെല്ലാം മാറ്റിയതെല്ലാം കട്ടിൽ തന്നെ പുള്ളിക്കാരി തന്നെ കൊണ്ട് തോട്ടിക്കൊണ്ട് അലക്കിക്കൊണ്ട് ഇട്ടേച്ച് പിന്നെ ബാക്കി കാര്യം ചെയ്യും. ഞങ്ങളുടെ കാര്യത്തിൽ മൈൻഡ് ചെയ്യല്. അത്രയും എൻ്റെ അമ്മ ശുഷ്കാന്തി കാണിച്ചു. അമ്മമാരുടെ അത്തരത്തിലുള്ള ഒരു ജീവിതം. അപ്പം അത് നമുക്ക് ഇപ്പം പൊട്ടക്കഥ പോലെ തോന്നും. അതിനൊന്നും അവർക്ക് പ്രതിഫലം വല്ലതും മേടിച്ചോണ്ടാണ്, ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു തീഷ്ണത അമ്മമാരോടെ. അപ്പം എൻ്റെ അമ്മ വല്യമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ആ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ അമ്മ കാണാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ മരിച്ചിട്ടേ അമ്മച്ചി പോകാവുള്ളെന്ന് വല്യമ്മയുടെ എൻ്റെ അമ്മയുടെ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴൊന്നും ചൂന് ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരാൻ അവളെ കൊണ്ട് പറ്റുകയില്ല. അത് കഴിഞ്ഞ് എൻ്റെ മരിച്ചടക്കമൊക്കെ കഴിഞ്ഞ് നോയമ്പും കഴിഞ്ഞിട്ട് അവൾ നല്ല നല്ല ഭക്ഷണം അത് കഴിച്ചിട്ട് ഇനി പോകാവുള്ളെന്നൊക്കെ ഉപദേശം ഇങ്ങോട്ട് പോകും. അപ്പം അമ്മ തന്നെ പറഞ്ഞ് ഞാൻ കൂടുതൽ ദിവസങ്ങൾ കാണുകയില്ല എന്ന് ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞ് എൻ്റെ മകളെ കുറച്ച് ദിവസം കൂടെയൊക്കെ നീ ബുദ്ധിമുട്ടിയാൽ മതി ഇങ്ങനെ പറയും. അപ്പം എൻ്റെ അന്ന് മരിക്കുന്ന അന്ന് രാവിലെ നല്ല സുബോധത്തോടെയാണ് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് അടുത്ത് ചെന്നത്. ഉടനെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നോട് ചോദിച്ചു എപ്പം വരും നീ? എൻ്റെ മകനെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ മരിക്കും കേട്ടോ. അപ്പം അന്നേണ്ട് പരീക്ഷയുള്ള ദിവസം. അതുകൊണ്ട് ഞാൻ പോയി ചെന്ന് മരിച്ചു. അന്നുള്ള അല്ലേ കാരണവന്മാർക്കൊക്കെ ഒരു മരണദർശനം അതെ. അതിൻ്റെ തലേദിവസം അഗസ്റ്റിൻ പാറേക്കളച്ചനും തോമസ് പാറേലച്ചനും രണ്ടച്ഛന്മാരാ പള്ളിയിലാണ്. അവർ വന്ന കുമ്പസാരം കുറവാനെ കൊടുത്തു. ഞാൻ പോകുന്ന അങ്ങോട്ട് പോയപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എടാ എൻ്റെ വല്യമ്മയ്ക്ക് എങ്ങോട്ടെന്ന് ചോദിച്ചു. ആ മരണസമയത്ത് ഇവർ രണ്ടുപേരും അടുത്തുണ്ടായിരുന്നു. അപ്പം ഈ മരണം വെറുതെ അവസാന ആശീർവാദം വല്ലതും എനിക്ക് തരണമെന്നും പറഞ്ഞു. അവർ ചോദിച്ചു വാങ്ങി. അവർ ആശീർവാദം കൊടുത്തു. കുരിശുരം ചുംബിച്ചുകൊണ്ട് തന്നെ ഈ വല്യമ്മച്ചി മരിച്ചു. ഇതൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു നല്ല മരണം അല്ലേ? ഇങ്ങനെ കാത്തിരുന്ന് തൻ്റെ നാഥൻ്റെ അടുക്കിലേക്ക് പോകുന്ന അനുഭവങ്ങളാണ്. 62 വയസ്സേ ഉള്ളെന്ന്. 27-ാം ദിവസം തളർന്നു പോയതാ. ദൈനംദിന കുടുംബ പ്രാർത്ഥന ചൊല്ലേണ്ടവര് സമർപ്പിതരാണേലും അല്ലാത്തവരും ചൊല്ലിയേ ഒക്കുള്ളൂ. അല്ലേ ഈ വലയത്തിലേക്ക് വരാൻ പറ്റുകയില്ല. അതിൻ്റെ പുറത്ത് നിൽക്കുകയുള്ളൂ. നമുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കാം. അനുഭവത്തിലേക്ക് വരാൻ പറ്റുകയില്ല. അനുഭവമൊക്കെ ഇങ്ങനെയുള്ള കടന്നുപോക്കലുകളും പ്രാർത്ഥനകളും അവരുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലെ അതിന് മുമ്പ് ഒരു അച്ഛൻ അവിടെ ഇരുന്നു. ആ അച്ഛനും ഇങ്ങനെ അന്നും വല്ലപ്പോഴേ കുർബാന കൊടുക്കുകയുള്ളൂ, ഒന്നും കൊടുക്കുകയില്ല. അപ്പം ആ അച്ഛൻ വന്നിയല്ലേ ഒരു പ്രായം ചെന്ന അച്ഛനാണ്. അച്ഛൻ മരിച്ചുപോയി. അപ്പം അച്ഛൻ വന്നിട്ട് ചേട്ടത്തി എത്ര കൊന്തയല്ലോ എന്ന് ചോദിച്ചു. അവൻ്റെ വല്യമ്മക്കായാലും 10-20 ദിവസം കൂടിയ അച്ഛനായി ചോദിക്കും. ഞാൻ എൻ്റെ അച്ഛാ കൊന്ത ചെല്ലും, ഉറക്കം വരുമ്പോൾ കൊന്ത താഴെ പോവും, ഞാൻ ഈ കസേരയിലിരിക്കും, പിന്നെ ഉറക്കം തെളിയുമ്പോൾ എടുത്ത് പിന്നെയും ചെല്ലും. അതുകൊണ്ട് എത്ര ചെല്ലുന്നൊന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. എനിക്കിതാ എൻ്റെ ജോലി, കൊന്ത ചെല്ലുക. ഇവർ വരും മക്കൾക്ക് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി കൊന്ത ചെല്ലുക, മരിച്ചുപോയവർക്ക് വേണ്ടി. ഇതൊക്കെ പുള്ളി ഇത് മുത്തുമണികൾ സ്വർഗത്തിലേക്ക് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് സ്വർഗം തീർച്ചയായിട്ടും കിട്ടും എന്ന് ഈ അച്ഛൻ പറഞ്ഞു. അത് മാത്രമല്ല, വല്യമ്മച്ചി ആ പറഞ്ഞതിൽ വലിയൊരു ആത്മീയ ദർശനമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കൂടുതലും എത്ര കുർബാനയിൽ പങ്കെടുത്തു, എത്ര കൊന്ത ചൊല്ലി, ഇതൊക്കെയാണ് ആത്മീയതയുടെ ഒരു അടയാളമായിട്ട് നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന
ഒരു 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 പ്രത്യേക ആത്മീയാന്തരീക്ഷവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. പക്ഷേ വല്യമ്മച്ചി പറഞ്ഞത് ശരിയാണ്. ഞാനിത് എത്ര ചൊല്ലുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉറക്കം വരുവോളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊരു വലിയൊരു ആത്മീയ ദർശനം തന്നെയാണ്. അച്ഛാ, ഇപ്പം അച്ഛൻ്റെ ഞാൻ പറയുന്നത് ഈ ഒരു ബാല്യകാലം മുഴുവനും, പ്രത്യേകിച്ച് അതേപോലെ തന്നെ വൈദിക പഠന സമയത്തും ഒക്കെ വീട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് കാരണവന്മാരിൽ നിന്നൊക്കെ കിട്ടിയ വലിയ മൂല്യങ്ങളുണ്ട്, വലിയ അനുഭവ സമ്പത്തുണ്ട്. അതുകൂടാതെ സെമിനാരിയിൽ നിന്ന് കിട്ടിയ അല്ലെ നമ്മൾ പഠിച്ച ഒത്തിരി സഭാ പാരമ്പര്യങ്ങളും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി പട്ടവും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇടവകയിൽ അച്ഛനത് അങ്ങനെ സഹായകമായി എന്തൊക്കെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് പറ്റി? നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് സെമിനാരി പഠനകാലത്ത് കിട്ടും. ഇന്നത്തേലും കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ സെമിനാരികളിൽ. കാരണം ഒത്തിരി സമയം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അധികം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അപ്പം പോരാഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്നതാണ്. എൻ്റെ കൂട്ടത്തിൽ 5 പേരുള്ള SLC-കാരാണ്. അപ്പൊ 6 പിള്ളേര് ഞാൻ തലവല്ല പോയിന്ന് പറഞ്ഞ പോലെ ഇല്ല. അപ്പം ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഏതാണ്ട് കഷ്ടി ഒരു കൊല്ലം എന്നെ അവിടെ നിർത്തിയുള്ളൂ. എന്നിട്ട് വീട്ടിൽ പോയിരുന്നാലും സെമിനാരിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കരിമ്പാലച്ചൻ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിലൊരു വികാരിയണ്ടാളായിരുന്നു. പിന്നീട് കരിമ്പാലച്ചൻ പിന്നെ വികാരിയണ്ടാളായിരിക്കുന്ന കഴിഞ്ഞ് കൊർക്കത്കാണത്ത് പോകണം മരിക്കുന്ന പുള്ളി നല്ല ബോധ്യമുള്ളൊരു മനുഷ്യനായിരുന്നു ഈ കരിമ്പാലച്ചൻ. ബോധ്യങ്ങൾ പുള്ളി പറയും. പിന്നെ നിങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ കുളത്തിനടിയിലെ ചേറിനകത്താണ് താമരയുടെ ചൂട് നിൽക്കുന്നത്. ആ ചൂട്ടിൽ നിന്ന് താമര വന്ന് പൊക്കത്തിൽ കാണുമ്പോൾ വളരെ മനോഹരമാണ്. പക്ഷെ അത് നിൽക്കുന്നത് ഇതുപോലെ ആയിരിക്കണം. അച്ഛന്മാരും ചേറ് നിറഞ്ഞ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ലോകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മുഖവും ഹൃദയവും സൂര്യപ്രകാശം എത്തുമ്പോൾ കർത്താവ് സൂര്യപ്രകാശം ഏറ്റ് ചിരിക്കുന്ന മുഖം പോലെ, വിടർന്ന താമര പോലെ ആയിരിക്കണമെന്നൊക്കെ പുള്ളി പറയുമായിരുന്നേ. തൊടിയർപിതാവിൻ്റെ വികാരിയൻ്റെ ആളായിരുന്നു പുള്ളി. അപ്പം ഒരു ലാനിത്തോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അച്ഛനിപ്പോഴും മണിവല വീട്ടിലുണ്ട്. 92-93 വയസ്സുണ്ട്. അച്ഛനൊരു അമ്മയുടെ സ്വഭാവമായിരുന്നു. ഇത് പുള്ളി ചൂടായാലും വിളിച്ചുകൊണ്ട് അതൊക്കെ ഉള്ളത് സെമിനാരിൽ. പിന്നെ എപ്പോഴും തലോടൽ, അത് കാര്യമില്ല. അതൊക്കെ അങ്ങനെ ഒരു പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എന്നിട്ട് നമ്മളെ വിടാനുള്ള പണി വല്ലതും ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതേസമയം ഒരു ദിവസം ഞാൻ പറഞ്ഞു, വല്യപ്പനുണ്ടല്ലെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിന്ന് സെമിനാരി അടയ്ക്കുന്ന ദിവസം വീട്ടിൽ ചെല്ലണം. ഇന്ന് താനൊരു കാര്യം ചെയ്യേ, താൻ സന്ധ്യയായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇങ്ങനെ പറയും. എല്ലാവരെയും വിട്ടു ഉച്ച കഴിഞ്ഞ്, എന്നെ മാത്രം വിടുന്നില്ല പുള്ളി. അപ്പം എന്നിട്ട് സന്ധ്യയായപ്പോൾ കിച്ചനെയും വിളിച്ചു പറഞ്ഞു, ഒരു 6 മണിക്ക് അത്താഴം തരണം ഞങ്ങൾക്ക് 3 പേർക്കെന്ന് പറഞ്ഞു. ഒന്നൊരു പുള്ളി ഡ്രൈവറുണ്ട്, പുള്ളിയുണ്ട്, ഞാനുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളി എന്നെ ഈ പറയുന്ന കിട്ടുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു. 6 മണിയായപ്പോൾ അത്താഴം കഴിക്കാൻ ഡേവീസ് എന്ന് പറഞ്ഞ ഒരാളെ ചങ്ങനാശ്ശേരിക്കാരൻ ഡ്രൈവർ. അപ്പം പോയി അത്താഴം കഴിച്ചു. കഴിച്ചു, ഡ്രൈവറെ കൊണ്ടുപോയി വിട്. ആനിക്കായിട്ട് കൊണ്ടുപോയി അച്ഛനെ, ഈ ബ്രദറിനെ കൊണ്ടുപോയി വീട്ടിൽ വിടണം. എന്നിട്ട് എനിക്ക് കുടമാളൂർ അച്ഛൻ്റെ ഇടവക. അപ്പം എൻ്റെ ഗ്രേറ്റ് അത്. അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റോട് പുള്ളിക്കുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വെച്ച് പിന്നെ പുള്ളിയുടെ അമ്മ മരിച്ച ദിവസം പിറ്റേ ദിവസം അവിടെ കുർബാനയുള്ള ഇതൊന്നും എന്നോട് മിണ്ടുന്നില്ല. നമുക്ക് അസ്വസ്ഥതയാണ്. പുള്ളി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി നേരെ വീട്ടിന് വേണം. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറും കട പൂട്ടി വെച്ച് വന്നിട്ടില്ല. അപ്പം അമ്മ വന്ന് ലൈറ്റ് ഇട്ടാൻ പറഞ്ഞ് ലൈറ്റ് ഇട്ടു. അമ്മയോട് പറഞ്ഞു, ഇതാണ്ട മകൻ ഇവിടെ വന്ന് കാണാൻ ധൃതി വെച്ച് നിൽക്കുന്നു, വലിയപ്പം വരുമ്പോൾ കാണിച്ചു വെച്ചാൽ കിടത്തേക്കാളാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വെച്ചാൽ പുള്ളി എന്നെ വിട്ടങ്ങ് പോയി. അപ്പൊ നമുക്ക് യാത്രാസുഖം അല്ലേ? ഞാൻ പറഞ്ഞൊരു എന്താ പറയുക, അനുസരണത്തിന്റെ ഒരു ഫലം, ഐശ്വര്യം എന്ന് നമുക്ക് ജീവിതത്തിൽ കാണിച്ചിരുന്ന സംഭവം. പുള്ളി അങ്ങനെ വേറെ ആർക്കും എനിക്ക് എഴുത്തെഴുതുമായിരുന്നു. ഞാൻ സെമിനാരിൽ പോയി കഴിഞ്ഞിട്ടും എനിക്ക് എഴുത്തുകളൊക്കെ എഴുതുകയും വേറെ അങ്ങനെ. അപ്പം ബാക്കിയുള്ളവരോടും പറയും, ഞാൻ ജോർജ് ആലിങ്കലിന് എഴുത്തെഴുതും. അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ ആ പുള്ളി എല്ലാം പക്വമായിട്ടും സമയത്തും ഒക്കെ ഞാൻ വെളുപ്പിനെയൊക്കെ പള്ളിയിൽ കയറി വന്നേരം. അപ്പം ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞേ വരുള്ളൂ. അപ്പം അത് പുള്ളി ഇങ്ങനെ എടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ലാനിത്തോട്ടത്തിന് അതുപോലെ തന്നെയായിരുന്നു. അത് വളരെ വളരെ ലോഹ്യവും സ്നേഹവും മാത്രമേ പുള്ളിക്കുള്ളൂ. പുള്ളിക്ക് ഇങ്ങനെ
ആധ്യാത്മികതാവും കൂടിയായിരുന്നു എൻ്റെ സ്പിരിച്വൽ ഫാദർ. അച്ഛൻ്റെ ആദ്യത്തെ ഇടവക അസിസ്റ്റന്റ് വികാരി ആയിട്ടായിരുന്നു, അതെയോ വികാരി? അല്ല, അസിസ്റ്റൻ്റ് ആയിരുന്നു. അത് എവിടെയായിരുന്നു? അത് അട്ടപ്പള്ളം എന്ന് പറയും, കുമളി ഫൊറാനാപ്പള്ളി. അതിന് മുമ്പ് പറയേണ്ടത് ഗ്രാൻഡ് ഫാദർ പിന്നെയും പട്ടം ഉറപ്പിക്കാൻ പോകുന്ന നേരത്ത് എന്നോട് പറഞ്ഞു, പണ്ട് പറഞ്ഞതൊക്കെ ഞാൻ ഇനിയും പറയുന്നു, ഇനി പട്ടമേറ്റ തിരിച്ച് ചിന്തിച്ചേക്കരുത്, അതുകൊണ്ട് നാളെ പിതാവിൻ്റെ അടുത്ത് ഞാനിവിടെ വരും. അത് കഴിഞ്ഞ് എന്നിട്ട് പിതാവിനോട് പറയും, ഞാനിത്തരം പഠിപ്പിച്ച് രൂപതയ്ക്ക് തന്നിരിക്കും, ഇനി പിതാവ് നോക്കണം എന്നുള്ള ബാക്കിയാർ ബൗദ്ധ പിതാവിനോട്. എന്നിട്ട് പട്ടം പുള്ളിയുടെ അമ്മ മരിച്ച ദിവസം നടത്തണമെന്ന് 28 ഡിസംബർ 28. ഇന്ന് പിതാവിന് കട്ടപ്പന പരിപാടിയുണ്ട്. എന്നാൽ പിതാവ് പറഞ്ഞു, ജനുവരി 1 കർത്താവിന് പേരിട്ട ദിവസം ദൈവമാതൃത്വ തിരുനാൾ ദിവസവും മാതാവിൻ്റെ അന്ന് പട്ടം കൊടുക്കാവുന്നു, അനിക്കാട്ട് തന്നെ തുടങ്ങട്ടെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ജനുവരി 1 തന്നെ എനിക്ക് പട്ടം തന്നു. അപ്പം അതും ഒരു നിമിത്തങ്ങളിങ്ങനെ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കഴിഞ്ഞ് പിന്നെ 15 ദിവസം എനിക്ക് ലീവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അട്ടപ്പള്ളം ഫൊറാനാപ്പള്ളിയിൽ പോയി കൊച്ചച്ഛനായിട്ട് ചാർജ് എടുക്കണം. ചെങ്ങളങ്കാരൻ്റെ ആൻ്റണി താന്നിക്കലച്ഛനായിരുന്നു അത്തെ വികാരി. അച്ഛൻ മരിച്ചുപോയി, ഞങ്ങളെ തടക്കിയിരിക്കുന്നു. അപ്പം നല്ലൊരച്ഛനുമായിരുന്നു പുള്ളി. അത് 30 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛന് റോമിന് പഠിക്കാൻ വിടണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് അച്ഛന് പുതിയ സാധനമൊന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഞാൻ അധികം താമസിക്കാതെ തന്നെ തിരിച്ചു വിളിക്കും എന്നെന്നോട് പറഞ്ഞു. ഞാൻ എനിക്കറിയാവതല്ല, നമ്മൾ പറയുന്നത് കേട്ടു. കുറച്ച് സാധനമായിട്ട് ഞാൻ പോയപ്പം വലിയപ്പം കൂടെ പോന്നു കൂടത്തിൽ. അവിടെ ചെന്ന് എൻ്റെ അന്ന് 1000 രൂപ 10-100 രൂപയുടെ നോട്ട് എടുത്ത് എൻ്റെ തന്ന് കയ്യിലിരിക്കട്ടെ, ഇല്ല അത്യാവശ്യം വന്ന് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അന്ന് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര തുകയാണ്. 150 രൂപ ഹോസ്റ്റൽ ഫീസുള്ളൂ ഞാൻ പഠിക്കുമ്പോൾ. അപ്പം അതുണ്ട്. അപ്പം ഈ അന്നത്തെ വിചാരിച്ചന് ഇത് പറഞ്ഞു, വലിയപ്പം കൊണ്ടുവന്നാണ്ട് തന്നാൽ അത് 2 ദിവസം എനിക്ക് തരാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി എപ്പോഴും ഇങ്ങനെ പണം കാണുന്നതെല്ലാം മേടിക്കും. ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ പുള്ളി അത് ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം എന്നോട് വളരെ ലോഹ്യമായിരുന്നു. 30 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോരാൻ നേരത്ത് പുള്ളി ഭയങ്കര കരച്ചിലും ഇടവക്കാരെല്ലാം കൂടെ ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് ഞാൻ ഇളംകുളത്തോട്ട് തന്നെ മാറ്റിയത്. അവിടെ ഇച്ചിരി ദുഃഖവും ദുരിതവും ഒക്കെ ആയിരുന്നു. കാരണം പ്രത്യേക രീതിയിലുള്ളൊരു വികാരിയാണ്. വീടുകളിൽ പോകാൻ സമ്മതിക്കുകയില്ല, ആൾക്കാരുടെ മിണ്ടാൻ സമ്മതിക്കുകയില്ല, മുറിക്കകത്ത് ആരെയും കയറ്റി ഇരുത്താൻ ഒക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടം. ഒരു 11 മാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 1-2 വീട് പണിയിച്ചു കൊടുത്ത്. അന്ന് 6000 രൂപയെ ഒരു വീടിന് ചിലവുള്ളൂ. എനിക്ക് 450 രൂപയെ സാലറി ഉള്ളൂ ഒരു മാസം. 10 രൂപ കുർബാനപ്പണം 750 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ പറയും 2 മാസത്തെ സാലറി ഞാൻ മുടക്കി. സ്ഥലം ഒരാൾ ഫ്രീ ആയിട്ട് തന്നു. അപ്പം അത് അട്ടപ്പള്ളത്ത് 3 മാസം, ഇളംകുളത്ത് ഒരു 11 മാസം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് ആനക്കല്ലിലോട്ടാണ്. ആനക്കല്ലി 2 കൊല്ലം ഞാൻ കൊച്ചച്ഛനായിട്ടിരുന്ന. ആദ്യത്തെ കൊച്ചച്ഛന് ഞാൻ അവിടെ, അട്ടപ്പള്ളത്തെ ആദ്യത്തെ കൊച്ചച്ഛൻ ഞാൻ, ആനക്കല്ലി ആദ്യത്തെ കൊച്ചച്ഛൻ ഞാൻ. അപ്പോൾ 83 വയസ്സുള്ള വികാരിച്ചനാണ് ആനക്കല്ലി ഇരിക്കുന്നത്. കാഞ്ഞിരത്തിനാലസ് എന്ന് പറഞ്ഞ വിശുദ്ധനായ മനുഷ്യൻ. ആ കൂട്ടത്തിലായിരുന്നു. പ്രായം ചെന്ന് പുള്ളിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നാൽ അച്ഛന്മാരില്ലാത്തത് കൊണ്ടാണ് പുള്ളി അത്രയും 85 വരെ തുടരാൻ സമ്മതിച്ചു. അപ്പം പുള്ളിയുടെ ചേർന്ന് ആദ്യമേ ആയില്യപ്പറമ്പിൽ ഈപ്പച്ചൻ താമസിച്ച മുറി അത് വിശുദ്ധൻ്റെ ആണെന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ബൗദ്ധിപിതാവ് അത് പറഞ്ഞാൽ അത് തുറന്നുകൂടാ, അതല്ല വേറെ മുറിയില്ല, ഞാനവിടെ താമസിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ വിചാരിച്ചതിനകത്ത് ചൂട്ടും കത്തിച്ച് വെള്ളം ചൂടാക്കി കുളിച്ച് നടക്കും. ഇത്രയും പ്രായം ചെന്നാൽ ഞാൻ പറഞ്ഞ ആ പണി ഇങ്ങനെ നടക്കുകയില്ല. ഈ വെള്ളം ചൂടാക്കാനുള്ള ആ മുറി സംവിധാനമുണ്ട് എൻ്റെ മുറിയിൽ. അന്നേരം വികാരി താഴെ കൊച്ചിനിൽ പോയി ചെയ്യും കത്തിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ വെള്ളം കുത്തിയിടും, താക്കോൽ അച്ഛൻ്റെ മുറിയുടെ തന്നിരിക്കും, അച്ഛൻ ഇതിനകത്ത് കയറി കുളിക്കാവുള്ളെന്ന് പറയും. പിന്നെ എൻ്റെ മുറിക്കകത്ത് പുള്ളിക്ക് സന്തോഷമായി. കാരണം നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അതിൻ്റെ താഴെ ഇറങ്ങിപ്പോയി പുള്ളി തന്നെ ചൂട്ടും കത്തിച്ച്. അപ്പോൾ അത് പുള്ളിക്കില്ല. കാരണം ഞാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ പുള്ളി സമ്മതിക്കുകയില്ല. അങ്ങനെയായി പിന്നെ എന്നെ പിന്നെ വികാരിയാക്കി. 4 പള്ളികളിലെ ക്രമേണ ഞാൻ വികാരിയായി. വൊക്കേഷൻ പ്രൊമോഷൻ്റെ മുതൽ ആനക്കല്ലിയിൽ നിന്ന് കിട്ടി, എനിക്ക് ഇളംകുളത്ത് നിന്ന് കിട്ടി, രൂപത വൊക്കേഷൻ ഡയറക്ടറായിട്ട്. ആ കാലത്ത് കിട്ടിയതാ വാണിപ്പരിക്ക പിതാവൊക്കെ. അതിനകത്ത് വന്ന് ശരി പുള്ളി പിതാവ് എപ്പോഴും അത് പറയും, എന്നെ അച്ഛനാ പിടിച്ചുകൊണ്ട് വന്നു. അപ്പം അങ്ങനെ ആദ്യം ഇതിലേക്ക് കയറി. അപ്പം ആനക്കല്ലിലും ഞാൻ 10-12 വീട് പണിയിച്ചു കൊടുത്തു. അപ്പോൾ അതും അച്ഛനുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ ചെയ്ത. ആ വീട് പണിയിച്ചപ്പം അതിന് തെങ്ങിൻ്റെ തടി കൊണ്ട്
ഇവിടെ പണിയിക്കുക. അപ്പം തെങ്ങും തടി ഞാൻ പറഞ്ഞു പള്ളിയിൽ നമുക്കൊരു കുറേ വീട് പണിയിക്കണം, MDSൻ്റെ സഹായം കിട്ടും, അതുകൊണ്ട് തെങ്ങും തടി കിട്ടണം, മൂത്ത തെങ്ങ്. അന്നേരം കൊല്ലംകുളം തവറാച്ചൻ എന്ന് പറഞ്ഞ കത്തീഡ്രൽ ഇടവക്കാരനാണ്. ആ പെണ്ണിനോട് വലിയ താല്പര്യമാണ്. അപ്പം പുള്ളി പള്ളിയിലുണ്ടായിരുന്നു. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും അച്ഛൻ എത്ര തെങ്ങ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും 10 വീട് പണിയണം, അതിനുള്ള തെങ്ങ് എൻ്റെ കയ്യിലുണ്ട്, 80 വയസ്സ് തെങ്ങ് നിൽപ്പുണ്ട്, വെട്ടിയെടുത്തോളാം. അപ്പോൾ അവന് പ്രോത്സാഹനമായി. അത് കഴിഞ്ഞ് ഈ നരകത്തി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിംസിനും വീട് പണിയണം, ഹിന്ദുസിനും പണിയണം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കാരണം അവരുടെ വീടൊന്നുമില്ല, ചെറ്റക്കുടില്ല. അപ്പോൾ അതിന് 10 വീട് പണിത് കൊടുക്കണം MDSൻ്റെ സഹായത്തോടെ. അതുകൊണ്ട് അങ്ങനെ ഒരു 10 വീട് പണിയാൻ പറ്റി ആദ്യത്തെ ചാനക്കല്ലിൽ. അതെനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ ഇതിനെല്ലാം ഞാൻ ചിന്തിക്കുന്നത് കൂടുതൽ കൊന്തയില്ലുക, രാവിലെ 5:30 മുമ്പ് പള്ളിയിൽ കയറുക. ഇപ്പോഴും ഞാൻ 5:15, 5:30 ഞാൻ പള്ളിയിൽ കയറും. എനിക്ക് ആരോഗ്യമുണ്ടെന്നതിന് ഞാൻ ഒരിക്കലും പിന്നെ 4:45 എഴുന്നേക്കും. ഞാൻ അല്ല 5:30 പള്ളിയിൽ കയറുക എന്നുള്ളതാണ് എൻ്റെ പൊതുവായ വൈദികത്തിൻ്റെ ഒരു തത്വം. എന്നോട് പറഞ്ഞ് അത് വലിയപ്പം പറഞ്ഞിരിക്കുന്ന കാനോനായും കന്യാവ്രതവും ഒക്കെ വേണം, അതിന് പ്രാർത്ഥനയും വേണമെന്ന് പറയും. കാനോനി നമസ്കാരമൊക്കെ ചെല്ലണമെന്ന് അച്ഛന്മാരെയിൽ അത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടവും പോലും അൾത്താഴ സൈഡിൽ വെളുപ്പിനെ അച്ഛന്മാർ കടത്തലോകമായിട്ട് പോയി എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കാനോനി നമസ്കാരമേ. അപ്പോൾ അതൊക്കെ ഈ പുള്ളി പറയുന്നത് പുള്ളിയുടെ മനസ്സിലായിരുന്നു. കാനോനെയും കന്യാവ്രതവും വേണമെന്ന് പറയും, അതിന് പ്രാർത്ഥനയോടെ ഉണ്ടല്ലേ ശരിയാവുള്ളൂ എന്നിങ്ങനെ പുള്ളി പറയുമായിരുന്നു. അപ്പം പുള്ളി ഇങ്ങനെ തമാശയായിട്ട് പറയുന്നതാ. അപ്പം അതെല്ലാം ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച് അതിൻ്റെ ഒരു ഭക്തിയും തീഷ്ണതയും അച്ഛൻ്റെ പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ കാലഘട്ടങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് മുമ്പിൽ ഇപ്പോഴും പോയി ഒരു 3/4 മണിക്കൂറിന് പ്രാർത്ഥിക്കാതെ എൻ്റെ ഇടവക്കാർക്കറിയാം. ഞാൻ ഓടിച്ചെന്ന് കുർബാന ഒരിക്കലും ഞാൻ ചെല്ലാറില്ല. അല്ലെങ്കിൽ കല്യാണത്തിനോ എല്ലാം ചെന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന ഇടവക്കാരെങ്കിലും പറയട്ടെ 3/4 മണിക്കൂറും പള്ളി കയറാതെ ഞാൻ കുമ്പസാരക്കുള്ളിൽ ചിലപ്പോൾ ഞാൻ കുർബാന ചെല്ലിയിട്ടുള്ളൂ. ഇപ്പോഴാണ് 2 കുർബാന രാവിലെയും വൈകിട്ടും ചെല്ലേണ്ടി വന്നാലും 5 കുർബാനയുണ്ടെങ്കിൽ ഞാൻ 4:15 പള്ളി കയറും, 4:30. എൻ്റെ റംസാൻ നമസ്കാരം ഞാൻ ചെല്ലാതിരിക്കുകയില്ല. വളരെ ചെറിയ കാനോനി നമസ്കാരം ഞാൻ മുടക്കാറില്ല അധികം. മുടങ്ങിപ്പോവും കേട്ടോ, ചില ദിവസങ്ങളിൽ യാത്ര ചെയ്ത്. അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. അത് ഈ കൊന്ത ഞാൻ 5 കൊന്തയെങ്കിലും ഒരു ദിവസം ചെല്ലും. അതിനെനിക്ക് യാതൊരു മടിയില്ല. ഇപ്പം നീണ്ട ഇച്ചിരി യാത്രയാണെന്നൊരു കൊന്തയില്ലേ ഞാൻ പോകുള്ളൂ. ഒരു കൊന്തയെങ്കിലും ചെല്ലാൻ ദൈർഘ്യം ഉണ്ട്, അതേ ഇല്ലേ ഉള്ളൂ. ഹൈറേഞ്ചിനൊക്കെ വേണേൽ 10-12 കൊന്തയെല്ലാം പറ്റും. അത് എൻ്റെ കൂടെ തീരുന്ന ഡ്രൈവർ വട്ടക്കുഴിപ്പതാൻ്റെ ഡ്രൈവറായിരുന്നു, 9 കൊല്ലം എൻ്റെ ഡ്രൈവർ, ഞാൻ BG ആയിരുന്നു. അപ്പം പുള്ളി അച്ഛാ കൊന്ത ഇങ്ങോട്ട് വരുമ്പോൾ ചെല്ലണ്ട ബാക്കിയൂടെ എന്നിങ്ങനെ കൂട്ടത്തിലുള്ളവരോട് എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയും കൊന്തയുടെ ശക്തി എന്ന് പറയുന്നത്, ഞാനിപ്പം പറയുകയാണ്, ഇപ്പം വല്യമ്മ അത് അങ്ങനെ കാണിച്ചപ്പോൾ എനിക്കറിയാം കൊന്തയുടെ ശക്തി ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ വികാരിയായി പോയി കഴിയുമ്പോഴത്തെ കാര്യങ്ങൾ, കൊന്തയുടെ ശക്തിയുടെ ഫലങ്ങൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഞാനത് പറയാനായിട്ട് ഈ കാഞ്ഞിരത്തിനാലച്ഛനെ ഒരു വിശുദ്ധനായ മനുഷ്യനായി എനിക്ക് പറയാവുന്നു. കാരണം 83 വയസ്സുണ്ടെങ്കിലും നേരത്തെ പള്ളി കയറും. കപ്പിയാർ വന്നില്ല എപ്പോഴും 5:30 മുമ്പ് പുള്ളി പള്ളി തുറക്കാൻ പോകുമായിരുന്നു. ഞാൻ പറയും ഞാൻ തുറന്നോളാം, അച്ഛൻ തുറക്കണ്ടെന്ന്. അപ്പോൾ അതിന് പുള്ളിയൊക്കെ എന്നോട് വലിയ ലോകിയായിരുന്നു. ഞാൻ മാറ്റുന്ന ഭഗവതിപിതാവ് പറഞ്ഞപ്പോഴേ പുള്ളി കരച്ചിൽ തുടങ്ങി. എന്നുവെച്ചാൽ പിന്നെ പുള്ളി തന്നെ മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോൾ പിതാവ് കൽപ്പനയും കൊടുത്തു വിട്ടു, വികാരിയായിട്ടാണ് മാറ്റുന്നത്, കൊച്ചച്ഛനായിട്ടല്ല. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അസ്വസ്ഥമാകേണ്ട, വേറൊരു അച്ഛനെ തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് അച്ഛനോട് നമ്മൾ കേട്ട കാര്യം, വിശുദ്ധ കുർബാനയിൽ ജപമാലയിലുള്ള വലിയൊരു ഭക്തിയും പ്രാർത്ഥനയും അച്ഛൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഈ പ്രാർത്ഥനയോടുള്ള, ദിവ്യബലിയോടുള്ള, അതേപോലെ തന്നെ മരിയ ഭക്തിയോടുള്ള ഒരു വലിയൊരു വിശ്വസ്തതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. ജപമാല ഭക്തിയിലൂടെ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നിരവധിയായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ചയും മറക്കാതെ ഒപ്പമുണ്ടാകണം. അച്ഛാ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.